ബ്രേഷ്യ രൂപതയിലുള്ള മോന്തെക്യാരി, ഫോന്തനെല്ല എന്നീ സ്ഥലങ്ങളിലാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നത്. 1947 പിയറീന ഗില്ലി എന്ന സാധാരണക്കാരിയായ നഴ്സിനാണ് ഈ മരിയൻ ദർശനം ഉണ്ടായത്. ആദ്യ ദർശനം മോന്തെക്യാരിയിലെ ഹോസ്പിറ്റലിൽ വച്ചാണ് നടന്നത്. ആദ്യ ദർശനത്തിൽ മാതാവിൻ്റെ നെഞ്ചിൽ 3 വലിയ വാളുകൾ തറച്ചിരിക്കുന്നതായാണ് പിയറീന കണ്ടത്. വൈദികരുടെയും സന്യാസിമാരുടെയും പാപങ്ങൾ, അവരുടെ വിശ്വാസത്യാഗം എന്നിവ മൂലം മാതാവ് അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ പ്രതീകമായിരുന്നു ആ വാളുകൾ. പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിത്യാഗം എന്നിവയായിരുന്നു ആദ്യ സന്ദേശം. രണ്ടാമത് 1966 മോന്തെക്യാരിക്ക് അടുത്തുള്ള ഫോന്തനെല്ല എന്ന സ്ഥലത്ത് ഒരു അരുവിക്കടുത്താണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ അരുവിയിലെ വെള്ളത്തിൽ സ്പർശിക്കുകയും അത് രോഗശാന്തി നൽകുന്ന അത്ഭുത ഉറവയായി മാറുകയും ചെയ്തു. ഈ ദർശനത്തിൽ നെഞ്ചിലെ വാളുകൾക്ക് പകരം വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ എന്നീ 3 നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് ഉണ്ടായിരുന്നത്. വിശുദ്ധി, പാപപരിഹാരം, മാനസാന്തരം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഈ 3 റോസാ പുഷ്പങ്ങൾ. ഈ ദർശനത്തിലാണ് റോസാ മിസ്റ്റിക്ക എന്ന പേര് മാതാവ് വെളിപ്പെടുത്തിയത്. 2024 ജൂലൈയിലാണ് വർഷങ്ങളോളം പഠിച്ച് കത്തോലിക്ക സഭ റോസാ മിസ്റ്റിക്ക മരിയൻ ഭക്തിക്ക് ഔദ്യോഗികമായ ആത്മീയ അംഗീകാരം നൽകിയത്. സഭയുടെ നവീകരണം, പാപികളുടെ മാനസാന്തരം എന്നിവയ്ക്കായി ഈ ദേവാലയത്തിൽ അനേകായിരങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുന്നു.